തിരുവാതിര കളിയൊക്കെ നമ്മളെ നാട്ടിൽ വളരെ മാതൃകയായിട്ട് മാന്യന്മാരുടെ തിരുവാതിര ഇത്രയും വെച്ചോ ഇവിടെ തിരുവാതിര എന്നും നമ്മുടെ നാടിൻ്റെ ഒരു വിളക്കാണ്, ഐശ്വര്യമാണ്. കഴിഞ്ഞു പോകുന്ന തലമുറയിലൊക്കെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഏജ് 40 വയസ്സിന് മുകളിലുള്ളവരാണല്ലോ തിരുവാതിര കളിച്ചത്. അപ്പോൾ അതെ 40 വയസ്സിന് മുകളിൽ പറയുകയാണ്. അപ്പോൾ ഈ തിരുവാതിര കളിച്ചതിൽ നമ്മുടെ നാടിൽ നിങ്ങളെപ്പോലുള്ള തിരുവാതിര കളി ഒരുപാട് പേര് ജനിക്കട്ടെ. കാരണം നമ്മളെ പ്രായമല്ല നമ്മളുടെ കലയെന്ന് പറയുന്നത്, നമ്മളെ പ്രായമല്ല. തിരുവാതിരയുടെ മുമ്പിൽ ഒന്നും അല്ല. ഐശ്വര്യത്തിൻ്റെ ഒരു വിളക്കാണ് തിരുവാതിര. നമ്മളെ നാട്ടിൽ ഒരു വർഷം കാലഘട്ടങ്ങളിൽ മറഞ്ഞു പോവുകയാണ്. അപ്പോൾ അത് ഉണർത്തുവാൻ നിങ്ങളെക്കൊണ്ട് കഴിഞ്ഞെന്നുള്ളതാണ്. കാരണം ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് പേര് വളരെ ഐശ്വര്യത്തിൻ്റെ ഒരു ഭാഗം, സമാധാനത്തിൻ്റെ ഒരു ഭാഗമാണ് തിരുവാതിര. അപ്പം അത് നിങ്ങൾ ഇവിടെ അമ്മയുടെ മുമ്പിൽ കാഴ്ചവെച്ചതിൽ ഇനി ഒരുപാട് ക്ഷേത്രങ്ങളിൽ പിന്നെ നിങ്ങൾക്കെല്ലാം അങ്ങനെ അവസരം കിട്ടട്ടെ. ഇനിയും ഉള്ള കളിയിൽ എങ്ങനെയാണ്, സ്വന്തമായിട്ട് വേറെങ്കിലും കളിക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ 17-ാം തീയതി തിരുവാതിര അവതരിപ്പിച്ചു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഗുരുവായൂർ ഈ ഫാമിലി മുഴുക്കം ഗുരുവായൂർ പോയി. നിങ്ങൾക്ക് എങ്ങനെ സംഘടന വല്ലതും ഉണ്ടോ, ഗ്രൂപ്പ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഇവരെല്ലാവരും പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണ്, കുടുംബാംഗങ്ങളാണ്. അപ്പോൾ ഇതാണ് ഒരു ഐശ്വര്യം. കാരണം കുടുംബ അംഗങ്ങളായിട്ട് പോയി. ബന്ധുക്കളാണോ? അല്ല, ബന്ധുക്കള്. ടീച്ചറെ അറിയാം എനിക്ക്. തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊരു സന്ദേശമായിരുന്നു ഇന്നിവിടെ. ഒരു തിരുവാതിര മാത്രമല്ല, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഏജ് കൂടിയെന്ന് വെച്ചാൽ പെരയ്ക്കുള്ളിൽ അടഞ്ഞു പോകുന്നവരുണ്ട്, ഒരുപാട് അരങ്ങേറ്റം വരുന്നവരും തിരുവാതിര കളിക്കുന്നവരും ഒക്കെ വീടിനുള്ളിലായി പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊരു 40 വയസ്സിന് മുകളിലായിക്കോട്ടെ, നിങ്ങളെ ഏജ് ഉണ്ടെങ്കിലും നിങ്ങളത് ആ രംഗത്തോട്ട് വരുന്നത് ഒരു ഐശ്വര്യം തന്നെയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ വരട്ടെ, എല്ലാ ക്ഷേത്രങ്ങളിലും നിങ്ങൾ പോവുക, അല്ല അതിനൊരു അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ. ഏറ്റവും കൂടുതൽ പ്രായം ഉള്ളവരാണ് തിരുവാതിരയ്ക്ക് ഇപ്പോൾ സാക്ഷിയാവുന്നത്. നമുക്ക് പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് തിരുവാതിര വളരെ പ്രാധാന്യമായിരുന്നു കേരളത്തിൽ. ഒരുപക്ഷെ ഇപ്പോൾ ഏകദേശം ഏജ് 40 വയസ്സിന് മുകളിലോട്ടുള്ളവരുടെ പക്വതയായിട്ടുള്ള അവരെ അരങ്ങേറ്റമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരേ കാലഘട്ടങ്ങളിൽ കഴിയുമ്പോഴും നമ്മളെ തിരുവാതിരയൊക്കെ നമ്മളിൽ നിന്ന് മറഞ്ഞു പോവുകയാണ് ഇപ്പോൾ. എന്നാൽ നമുക്ക് ഇങ്ങനൊരു കാഴ്ച പുലമ്പാക്കുളത്ത് അമ്മയുടെ മണ്ണിൽ ആദ്യമായിട്ടാണ് നമ്മളെ ക്യാമറ കൊല്ലം മൂലമ്പായിക്കുളത്ത് അമ്മയുടെ തിരുമുറ്റത്താണ് ഇപ്പോൾ നമുക്ക് തിരുവാതിര കാണാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് പറയാം. തിരുവാതിര കാണുവാൻ ഒരുപാട് പേർക്ക് ഒരുപക്ഷെ തിരുവാതിരയുടെ ആരാധകർ ഒരുപാട് പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
തിരുവാതിര എന്നും നമ്മുടെ നാടിൻ്റെ ഒരു മാതൃക തന്നെയാണ്. തിരുവാതിര എന്നും സമാധാനത്തിൻ്റെ ഒരു സന്ദേശം തന്നെയാണ്. തിരുവാതിര എന്തുകൊണ്ട് നമസ്കാരമുണ്ട്. ഇരവരല്ലേ താമസം? ഇരവരല്ലേ? എന്തുകൊണ്ട് തിരുവാതിര കളിയൊക്കെ നമ്മളെ നാട്ടിൽ വളരെ മാതൃകയായിട്ട് തന്നെ മാറി. തിരുവാതിര ഇത്രയും വെച്ചോ ഇവിടെ. തിരുവാതിര എന്നും നമ്മളെ നാടിൻ്റെ ഒരു വിളക്കാണ്, ഐശ്വര്യമാണ്. കഴിഞ്ഞു പോകുന്ന തലമുറയിലൊക്കെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഏജ് 40 വയസ്സിന് മുകളിലുള്ളവരാണല്ലോ തിരുവാതിര കളിച്ചത്. അപ്പോൾ അതെ 40 വയസ്സിന് മുകളിൽ പറയാണ്. അപ്പോൾ ഈ തിരുവാതിര കളിച്ചതിൽ നമ്മുടെ നാടിൽ നിങ്ങളെപ്പോലുള്ള തിരുവാതിര കളി ഒരുപാട് പേര് ജനിക്കട്ടെ. കാരണം നമ്മളെ പ്രായമല്ല നമ്മളുടെ കലയെന്ന് പറയുന്നത്. നമ്മളെ പ്രായമല്ല, തിരുവാതിരയുടെ മുമ്പിൽ ഒന്നും അല്ല. ഐശ്വര്യത്തിൻ്റെ ഒരു വിളക്കാണ് തിരുവാതിര. നമ്മളെ നാട്ടിൽ ഒരു വർഷം കാലഘട്ടങ്ങളിൽ മറഞ്ഞു പോവുകയാണ്. അപ്പോൾ അത് ഉണർത്തുവാൻ നിങ്ങളെക്കൊണ്ട് കഴിഞ്ഞെന്നുള്ളതാണ്. കാരണം ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് പേര് വളരെ ഐശ്വര്യത്തിൻ്റെ ഒരു ഭാഗം, സമാധാനത്തിൻ്റെ ഒരു ഭാഗമാണ് തിരുവാതിര. അപ്പം അത് നിങ്ങൾ ഇവിടെ അമ്മയുടെ മുമ്പിൽ കാഴ്ചവെച്ചതിൽ ഇനി ഒരുപാട് ക്ഷേത്രങ്ങളിൽ പിന്നെ നിങ്ങൾക്കെല്ലാം അങ്ങനെ അവസരം കിട്ടട്ടെ. ഇനിയും ഉള്ളവർ അങ്ങനെ വരണം എന്നുള്ളവരാണ് KM മീഡിയ നിങ്ങളോട് പറയുന്നത്. എന്താ പറയുന്നത് ഈ കളിയിൽ? എങ്ങനെയാണ് സ്വന്തമായിട്ട് വേറെങ്കിലും കളിക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങള് വേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ 17-ാം തീയതി ഇതേ തിരുവാതിര അവതരിപ്പിച്ചു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഗുരുവായൂർ ഈ ഫാമിലി മുഴുക്കം ഗുരുവായൂർ പോയി. നിങ്ങൾക്ക് എങ്ങനെ സംഘടന വല്ലതും ഉണ്ടോ? ഗ്രൂപ്പ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഇവരെല്ലാവരും പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണ്, കുടുംബാംഗങ്ങളാണ്. അപ്പോൾ ഇതാണ് ഒരു ഐശ്വര്യം. കാരണം കുടുംബ അംഗങ്ങളായിട്ട് പോയി. ബന്ധുക്കളാണോ? അല്ല, ബന്ധുക്കള്. ടീച്ചറെ അറിയാം എനിക്ക്. അനിയത്തി. തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊരു സന്ദേശമായിരുന്നു ഇന്നിവിടെ. ഒരു തിരുവാതിര മാത്രമല്ല, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഏജ് കൂടിയെന്ന് വെച്ച് പെരയ്ക്കുള്ളിൽ അടഞ്ഞു പോകുന്നവരുണ്ട്. ഒരുപാട് അരങ്ങേറ്റം വരുന്നവരും തിരുവാതിര കളിക്കുന്നവരും ഒക്കെ വീടിനുള്ളിലായി പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊരു 40 വയസ്സിന് മുകളിലായിക്കോട്ടെ, നിങ്ങളെ ഏജ് ഉണ്ടെങ്കിലും നിങ്ങളത് ആ രംഗത്തോട്ട് വരുന്നത് ഒരു ഐശ്വര്യം തന്നെയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ വരട്ടെ. എല്ലാ ക്ഷേത്രങ്ങളിലും നിങ്ങൾ പോവുക, അല്ല അതിനൊരു അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.